കച്ചിൻ്റെ പൂതി വിളിക്കുക എല്ലാവർക്കും സാധനം. അപ്പം ഇന്ന് മറ്റേ ബസ്സിൻ്റെ സ്കൂളിൻ്റെ വീഡിയോയുടെ പാർട്ട് 2 ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അച്ഛനും ഗോൾഡ് ആവുമെന്ന്. ശരിക്കും എൻ്റെ വണ്ടിയൊക്കെ ഗോൾഡായി. പിന്നെ എനിക്കൊരു എൻഡിയവർ വണ്ടിയൊക്കെ കിട്ടി. ശരിക്കും ഞാൻ മറ്റേൻ്റെയൊക്കെ ഞാൻ ഇതായത് ഒരു പോകുന്നു, ഞാൻ ഹയാബൂസ് എടുത്ത് മറ്റേൻ്റെയൊക്കെ എന്താ പറയുക കളറല്ല, ഒരു നോർമൽ ഇതാക്കി ഗൈസ്. ഇപ്പം തൽക്കാലത്തേക്ക് ലുക്കിന് വേണ്ടി ഞാനൊരു നോർമലാക്കി ഇപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ വീണ്ടും മാറ്റും. ശരിക്കും ഇത് ആ വീഡിയോയിൽ എനിക്ക് എന്താ പറയുക എൻ്റെ ഫ്രണ്ടിന് ഒരു വണ്ടി ഞാൻ കൊടുത്തിട്ട് ഇത് തരാൻ പറഞ്ഞു. അപ്പം എനിക്ക് കിട്ടിയതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോറൂം വഴി. അപ്പം നമുക്ക് നേരെ ഇനി ആ സിറ്റിയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടികളെ പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ അയ്യാ ഓക്കെ. എൻ്റെ ഫ്രണ്ട് കൊള്ളാം അല്ലേ, 2 കണ്ണു പോലെ ഇരിക്കുന്ന സൈഡിൽ കൊള്ളാം സംഭവം. ഓക്കെ പോയിക്കോളൂ, നല്ലൊരു വണ്ടി. മറ്റേൻ്റെയൊക്കെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം ഇത് ശരിക്കും ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ശരിക്കും ആ ഗോൾഡ് കൊണ്ടുവന്നത്. ഇത് ഞാൻ ടച്ച് ചെയ്തിട്ട് ഗോൾഡ് ആയതല്ലേ, വേറെ ഒരു പവറും കൂടെ ഉണ്ടായത് എനിക്കും. ഇനി ഫ്രാങ്ക്ലിൻ എൻ്റെ ടച്ച് ചെയ്താലും അതിൻ്റെ 2 ഇതുണ്ട്, ഞാൻ അത് കാണിച്ചില്ല. അത് ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ ചാൻസ് ഇല്ല. അതിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു പവറുണ്ട്. ഈ ഗോൾഡ് ആക്കിയെല്ലാം തിരിച്ച് മാറ്റാനും പറ്റും. ഗോൾഡ് ആക്കിയതൊക്കെ തിരിച്ചെനിക്ക് മാറ്റാനും പറ്റും. അങ്ങനെ ഒരു പവറുണ്ട്. അത് ഞാൻ ആ വീഡിയോ കാണിച്ചില്ലായിരുന്നു. ആ ചിലപ്പോൾ വേറൊരു വീഡിയോ ഞാൻ ചെയ്യും. അപ്പം അതുവഴിയാണ് എൻ്റെ ലുക്കൊക്കെ ഞാൻ അങ്ങനെ ആക്കി എടുത്തത്. ഓക്കെ, പക്ഷെ ഞാൻ ടച്ച് ചെയ്താലേ ഇത് സംഭവിക്കും, വേറെ ആര് ടച്ച് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ മൈലേജ് എത്ര കിട്ടും ഞാൻ ഒന്ന് ഓടിച്ച് നോക്കട്ടെ. ഞാൻ എൻ്റെ ടോപ്പ് സ്പീഡ് നോക്കിയില്ല. എൻ്റെ ബുള്ളറ്റിന് 170 വരെ പോവും. ഓക്കെ 90ക്ക് മേളെ പോകുന്നു. ഞാൻ നോക്കട്ടെ എത്ര പോകുന്നു, എത്ര പോവും. അയ്യോ 200 ആണെന്ന്. 207 ആണെന്ന് തോന്നുന്നു. സ്റ്റൈലിൽ പോയി അങ്ങ് തിരിച്ചിറക്കി ഗൈസ്. 207 ആണെന്ന് തോന്നുന്നു എൻ്റെ ടോപ്പ് സ്പീഡ്. അത്രയും വരെ പോയി ഗൈസ്, അത്രയും സ്പീഡിലേക്ക് പോയത്. ഇപ്പം 207 ആയിരിക്കും എൻ്റെ ടോപ്പ് സ്പീഡ്. പക്ഷെ എൻ്റെ ബുള്ളറ്റിനെക്കാളും കൊള്ളാം, അതിനേക്കാളും സ്പീഡുണ്ട്. ഇവിടുത്തെ ഒരു ബസ്, പക്ഷെ എൻ്റെ അമ്മോ ഒന്നിനും കൊള്ളാത്ത ബസ്സാണേ. ആ ബസ്സിനെ കാണാനില്ലല്ലോ, അവരിപ്പോൾ അറേഞ്ച് ചെയ്യിക്കും. നമുക്കെന്തായാലും പോയി ആ ബസ് എടുത്തിട്ട് വരാം. ഗൈസ് ഇവിടെ ഒരു ബസ് മാത്രമേ കിടക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ വന്നപ്പോൾ ഈ ബസ്സും ഇല്ലായിരുന്നു. എന്തിനോ വല്ല എടുത്താണോ എൻ്റെ ഫ്യൂവല് കുറവാ. എനിക്കിനി പോയി ഫ്യൂവലും കൂടെ അടിക്കാം. എന്നാലും ഈ ബസ് കൊള്ളാമല്ലേ. ബാക്കി ബസ് ചിലപ്പോൾ മറ്റൊരു എടുത്തുകൊണ്ട് പോയി കാണും. ഞാൻ വന്ന കാര്യം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞു, ഫോൺ വിളിച്ച് വരട്ടും. ഹലോ പ്രിൻസിപ്പൽ സാറേ. എന്തോ എന്താടോ? ഞാൻ ബസ് എടുക്കാൻ വന്നേ. ബസ് എടുത്താ? സ്പെയർ കീ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ തുടങ്ങട്ടെ? പൊയ്ക്കോ. കാശ് ഞാൻ ജീപ്പ് ഇട്ടേക്കാം. ഞാൻ ചിലപ്പോൾ ഇനി പുറത്ത് കാണത്തില്ല. താൻ സ്റ്റുഡൻസിനെ കൊണ്ടുപോയിട്ട് തിരിച്ച് ബസ്സിങ് കൊണ്ടുപോയിട്ടാൽ മതി. ഓക്കെ സാറേ. ഓക്കെ സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യണം. ഇവിടെ സ്റ്റുഡൻസിനെ ഒന്നും കാണാനില്ലല്ലോ. എൻ്റെ വണ്ടി ഇങ്ങനെ കൊണ്ടിട്ടേക്കാൻ ഇച്ചിരി പാടായത്. സാരമില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ. സ്റ്റുഡൻസൊക്കെ വരുമായിരിക്കുമല്ലേ. ഓക്കെ ഗായ്സ് സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സെറ്റ് ഓഫ് പിള്ളേരെ കയറ്റി. അപ്പം ഞാൻ മറ്റേ വേറൊരു വീഡിയോ ഉണ്ട്, ഈ ഗോൾഡ് ഇതല്ലാതെ ഫ്രാങ്ക്ലിൻ്റെ പാനിപ്പൂരിയുടെ വീഡിയോ. അത് ശരിക്കും 4 പാർട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അത് സെക്കൻഡ് പാർട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ച അത് തന്നെ സെക്കൻഡ് പാർട്ടാക്കാണ്. പിന്നെ എൻ്റെ മൈൻഡിൽ വേറൊരു ഐഡിയ തോന്നിയത്, വേറെ 2 വീഡിയോ എടുത്തിട്ട് ഇത് 4th പാർട്ടാക്കണം. 2 അല്ല 1, പക്ഷേ അത് ആ വീഡിയോ സ്റ്റോപ്പായിപ്പോയി. അത് ഒരെണ്ണം കൂടെ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് അത് 3ാമത്തെ പാർട്ടായി. അങ്ങനെ ഇത് 4ാമത്തെ പാർട്ടാണ്. ശരിക്കും 2ാമത്തെ പാർട്ടല്ല, ഈ ബസ്സിൻ്റെ ഇതല്ല, പാനിപൂരിയുടെ വീഡിയോ. അത് ശരിക്കും 4ാമത്തെ പാർട്ടാണ്. ഫ്രാങ്ക് കിഡ്നാപ്ഡ് ആവുന്നൊക്കെ അത് 4ാമത്തെ പാർട്ടിൽ
പാർട്ടിലാണ് ആ വീഡിയോ വന്നത്. ശരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ള 2ആയിരുന്നു, പക്ഷെ ശരിക്കും ആ വീഡിയോ 4ആണ്. നിങ്ങൾ തോന്നരുത്. എന്നാലും പോകുന്നൊരിക്കേ അല്ലെങ്കിൽ വേണ്ട, വന്നിട്ട് ചെയ്യാം. പോകാനുള്ള ഫ്യൂവൽ ഇന്നത്തെ കിടപ്പുണ്ട്. വരുന്ന വഴിക്ക് വണ്ടിയിൽ കുറച്ച് ഡീസൽ അടിക്കാം. കാശ് അയാൾ GPay എന്ന് പറയുന്നത്. ഇതിൻ്റെയും പ്ലസ് അവൻ ചോദിച്ചോന്. ഹലോ പ്രിൻസിപ്പൽ സാറേ, എന്താടോ? ഞാൻ വണ്ടിയിൽ ഫ്യൂവൽ കുറവാ, അത് അടിച്ചോട്ടെ. അടിച്ചോ. അതിൻ്റെയും കൂടെ പ്ലസ് കാശ് ഇട്ടേക്കാം ഞാൻ. ഓക്കെ സാറേ, ഓക്കെ ഗൈസ്, എൻ്റെയും കൂടെ പ്ലസ് കാശ് അയാൾ ഇട്ടേക്കാന്ന് പറഞ്ഞു. ഇതെന്തോ ഇത് 100 സ്പീഡിലല്ലേ പോകുന്നുള്ളൂ. ഇതെന്തോന്ന് ബസ് ഇത്. ഓക്കെ കുട്ടികളെ എങ്ങനെയുണ്ട്? കൊള്ളാം മാമ, കൊള്ളാം. ഓക്കെ, ഇത് മറ്റേ നല്ല കുട്ടികളാണ് കേട്ടാ. പക്ഷെ ഇവരുടെ ഒന്നും മിണ്ടുന്നുണ്ട്. അപ്പം മറ്റേ കുരുത്ത കണ്ട കുട്ടികളൊന്നുമില്ല, ഇവരുടെ നല്ല കുട്ടികളാണ്. ഓക്കെ, ഇത് വെറും 100 സ്പീഡിലേ പോകുന്നു. എന്തോന്നടേ ഇത്, ഒട്ടും സ്പീഡും ഇല്ല. നീ ഒരു സെറ്റ് ഓഫ് കുട്ടികളെ പിക്ക് ചെയ്യാറുണ്ട് ഗൈസ്. 1 more സെറ്റ്. എനിക്ക് നിറച്ചും വീഡിയോസ് ഉണ്ട്. ഈ ജൂൺ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോസ് ഇന്ന് കുറയ്ക്കും. ജൂണിൽ ഞാൻ ചിലപ്പോൾ വീഡിയോസ് ഒന്നും ഇടത്തില്ല. അതിപ്പോൾ ഗെയിമിംഗ് ആയാലും എന്ത് വീഡിയോസ് ആയാലും. പക്ഷേ ഈ ഗെയിമിംഗ് വീഡിയോസ് തന്നെ ഞാൻ നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മെയ്യുടെ അവസാനമായി എങ്ങനെ ഞാൻ ഇട്ട് തീർക്കുന്ന ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ചുമ്മാ ഒരു ഇതുപോലെ എടുത്തു വയ്ക്കുക ഒരു ആഗ്രഹം. ഓക്കെ, നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. ഓക്കെ, യവന്മാരൊന്നും കാണാനില്ലല്ലോ അകത്ത്. എന്തോന്ന് കളിക്കുന്നു മക്കളെ, അവിടെ അടക്കി. മാമ ഞങ്ങൾ ഓരോ മൂലയിൽ പോയിരിക്കുക. വെറുതെ അല്ല, ഓരോ മൂലയിൽ പോയി എന്തോ ഇരുന്ന് ചെയ്യാതിരിക്കും. ശരിയാ, കാണാനില്ലാത്തത് നിങ്ങളൊക്കെ ആയാലും കാണത്തില്ല. ഏതൊക്കെയോ മൂലയിൽ പോയിരിക്കുന്നു. ഓക്കെ, എന്തായാലും ബസ് ഇങ്ങോട്ടാക്കാം. പതുക്കെ തിരി. എന്തായാലും ഞാൻ ബസ്സിൻ്റെ എല്ലാ വെഹിക്കിളിൻ്റെ ലൈസൻസ് എന്തായാലും ഉണ്ട്. പക്ഷേ ഈ എയറോപ്ലെയിൻ്റെ വരെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും ആദ്യം ഓടിച്ചിട്ട് പിന്നെ ഓടിച്ചിട്ടില്ല. പക്ഷെ ബസ്സൊക്കെ ഞാൻ പ്രോ ആയിട്ട് ഓടിക്കുന്നത്. ഇടയ്ക്ക് അവിടെ കൊണ്ട് തട്ടും, പക്ഷെ പ്രോയാ, നന്നായി ഓടിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു പേടിയൊന്നും ഇല്ല. തട്ടുന്നത് കോമൺ ആണ്, പക്ഷെ ആ ഒരു ഇത് ശരിക്കും നന്നായി ഓടിക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, നീ ഇവിടെ കൊണ്ട് വർക്ക് ചെയ്യാം മക്കളെ. ഇറങ്ങോ മക്കളെ. ഓക്കെ മാമ, ഓക്കെ ഓക്കെ ഗൈസ്, ആദ്യത്തെ സെറ്റ് ഓഫ് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ഓഫ് പിള്ളേരെയും കൂടെ കൊണ്ടുവരണം ഇങ്ങോട്ട്. ഇത് സ്കൂൾ വിട്ട വീഡിയോ. എൻ്റെ ചിലപ്പോൾ ഒരു പാർട്ട്, ഇനി അടുത്ത പാർട്ട് 3 കാണാൻ ചാൻസ് ഇല്ല. ഇത് പാർട്ട് 2 ഓക്കെ, ഒക്കെ പോവാം, മുന്നോട്ട് നീങ്ങാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ആലോചിക്കാം. പല എൻ്റർടൈനിങ് വീഡിയോസ്, മീൻസ് എൻ്റെ പോലത്തെ അല്ല, ഓരോ കോമഡി വീഡിയോസ് ഇല്ലേ, കോമഡി വീഡിയോസൊക്കെ നല്ല കോമഡി വീഡിയോസൊക്കെ ഇടുന്ന പല യൂട്യൂബേഴ്സില്ലേ, മലയാളി യൂട്യൂബേഴ്സ്. എല്ലാവരും മീൻസ് അവർ ചെയ്യുന്ന കാര്യം ഞാൻ ഉദ്ദേശിക്കുക. എല്ലാവരും ഒന്നും അത് ചെയ്യാറില്ല, പക്ഷെ ചിലവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ലോങ് വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്ത് പിന്നെ പതുക്കെ ഷോർട്ടായിട്ട് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്ന എല്ലാം കൂടെ ലോങ് ആദ്യം അപ്ലോഡ് ചെയ്ത് വയ്ക്കണോ, അങ്ങനെ ചെയ്യണോ? ഞാൻ ഇപ്പോൾ സാധാരണ ചെയ്യുന്ന ആദ്യം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെയും കട്ട് ചെയ്ത് ഷോർട്ടാക്കിയിട്ട് പിന്നെ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഐഡിയ പ്രവർത്തിച്ചാലോ ഗൈസ്, എന്നാൽ നമ്മുടെ ലോങ് വീഡിയോ അപ്ലോഡ് ആവും, പക്ഷേ ഷോർട്ട് വീഡിയോ പയ്യെ വരത്തുള്ളൂ. ഞാൻ സാധാരണ ഇല്ലേ, ആദ്യമൊക്കെ ഞാൻ ശരിക്കും ഒരു 6 വീഡിയോസ് വരെ എടുത്തു വയ്ക്കുള്ളായിരുന്നു. ഇപ്പോൾ ഇല്ലേ 6ന്റെ മേളിൽ കാണും. 10 ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അത്രയും കാണും വീഡിയോസ്. ചുമ്മാ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക ബോറടിക്കുമ്പം. എന്താണെന്നറിയത്തില്ല ഗൈസ്. ഓക്കെ, പോവാം. എൻ്റെ ഒരു ഡ്രീം ചാനലിന് 1K വീഡിയോസ് അടിക്കാന്ന്. സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടത്തില്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ യൂട്യൂബാണ് എനിക്കൊരു വിഷയം. യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്തായാലും പോവാം. ഓക്കെ, അയ്യോ തട്ടരുതേ, അയ്യോ ഇടയ്ക്ക് എവിടെയോ എനിക്ക് മറ്റേ എൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് പോലെ തോന്നി ഇതിനെ. ഒന്നുമില്ല. ഓക്കെ,
ഓക്കെ, ഇനി നേരെ അങ്ങോട്ട് പോകാം. നേരെ ഗോയിങ് ടു ദ സ്കൂൾ ഗൈസ്. അടുത്ത സെറ്റ് ഓഫ് പിള്ളേരെ പിക്കാൻ. നിറച്ചും സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. യൂട്യൂബിൽ അടിച്ചാൽ മതിയിരുന്നില്ലേ ഗൈസ്? അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, അയ്യോ അടിക്കരുതേ. അയ്യോ പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ പോവാം. ഇവിടെ റെയിൽവേ ട്രാക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. സെക്ഷൻ തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഹലോ സ്കോർപ്പിയോക്കാരൻ, വേഗം വിടാം. ഓക്കെ, അയ്യോ ഓടിക്കരുത്. എനിക്ക് GTA 5 കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, ഡ്രീമാണ്. പക്ഷെ പറ്റുന്നില്ല. PS5 ഒന്നുമില്ല. പിന്നെ മൊബൈൽ PS5 എനിക്ക് ഡൗട്ട്, PS5 കളിക്കണമെങ്കിൽ പൈസ വേണോ? അതാണ് ഒരു ഡൗട്ട്. മൊബൈലിൽ പൈസ കൊടുക്കേണ്ടി വരും, അതാണ് എൻ്റെ പ്രശ്നം. പൈസ കൊടുക്കണം. പക്ഷേ ഫ്രീ ആയി കളിക്കാനാണ് ഞാൻ നോക്കുന്നത്, പൈസ കൊടുക്കാതെ. ഓക്കെ, നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ, ഞാൻ അടുത്ത സെറ്റ് ഓഫ് കുട്ടികളെ പിക്ക് ചെയ്തിട്ട് വരാം ഗായ്സ്. ഓക്കെ ഗായ്സ്, അടുത്ത സെറ്റ് ഓഫ് കുട്ടികളെ പിക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേ ബസ്സൊന്നും ഇതുവരെയും വന്നില്ല കേട്ടോ. അവർ കുട്ടികളൊക്കെ പിക്കാൻ പോയതൊക്കെ രാവിലെ ചിലപ്പോൾ അവർ ഏർലി ആയിരുന്നെങ്കിൽ വൈകുന്നേരത്ത് അവർ ലേറ്റായി. ഓക്കെ, ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാൻ ഒരു ജോലി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും വീഡിയോ എടുക്കാനേ. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചത് ശരിക്കും പല ലെവൽസുള്ള ഗെയിമിൻ്റെ ചില ഗെയിമിൻ്റെയൊക്കെ കോട്ടായിരുന്നു. അതൊന്ന് ഞാൻ വെച്ചത് ഗോയിങ് ബോൾസിൻ്റെ കണ്ടിന്യൂസ്ലി അങ്ങ് ഇട്ടാലോ ഒന്ന് ഗോയിങ് ബോൾസ്. പക്ഷേ ഈ ഇന്ത്യൻ ബൈക്കിൽ സ്റ്റോറി വീഡിയോസ് ഇട്ടുന്നതുകൊണ്ട് എനിക്ക് നിറച്ചും വീഡിയോസ് ഇട്ടുന്നു ഗൈസ്. മറ്റേത് അതിട്ട ഏതെങ്കിലും ഒരു ഭാഗം വന്നാൽ അത് എൻ്റെ ആവത്തില്ലേ, സിമിലേഴ്സ് ആണോന്ന് അറിയത്തില്ല. പിന്നെ നിങ്ങൾ യൂട്യൂബിൻ്റെ പ്രീമിയം ഫീച്ചേഴ്സ് ഇല്ലേ, അത് അൺലോക്ക് ചെയ്യാനുള്ള ഗുണം എന്താണെന്നറിയാം. നിങ്ങൾ മസ്റ്റായിട്ടും അൺലോക്ക് ചെയ്യണം. അത് നിങ്ങൾ പലരും വിചാരിക്കും അത് നിങ്ങളുടെ ചാനലിൽ 24 hours കഴിയുമ്പോൾ വെരിഫൈ ആവുന്നു. മീൻസ് ആ ഒരു ബാഡ്ജ് വരത്തില്ലേ, അത് ഒരിക്കലും വരത്തില്ല. കാരണം നിങ്ങൾക്ക് നിറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒരു കോടി അല്ല എത്ര 1000 സബ്സ്ക്രൈബേഴ്സ് ആ ഭാഗമൊക്കെ എത്തിയാൽ 1000 ആയാലും കിട്ടുമോ എനിക്കറിയത്തില്ല. 1000ന്റെ ഭാഗത്ത് എവിടെയോ എത്തിയാലാണ് നിങ്ങൾ ബാഡ്ജ് കിട്ടുന്നത്. മാത്രമല്ല നിങ്ങൾ ചാനലിൻ്റെ പേര് മാറ്റി നിങ്ങളുടെ ബാഡ്ജും പോവും. ആ ബാഡ്ജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഈ യൂട്യൂബിൻ്റെ പ്രീമിയം ഫീച്ചേഴ്സ് അൺലോക്ക് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ അത് അൺലോക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഒരു ദിവസം 18 വീഡിയോസ്, വെറും 18 വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. പക്ഷെ അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 100 അല്ലെങ്കിൽ 50 വീഡിയോസെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ 7 തൊഴിലെത്തില്ല, പക്ഷെ എനിക്ക് നാശം വീഡിയോസ് ഇടാൻ പറ്റുമതാണ്. ഞാൻ 80ക്ക് മോളിൽ വീഡിയോസ് ഇടും. പക്ഷെ മുന്നേയൊക്കെ ഞാൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും വീഡിയോസ് ഇടുന്നത്. അങ്ങനെയാണ്. കാരണം ഒരു ഇതിട്ടുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. പിന്നെ ഒരു ലിമിറ്റ് എത്തുമ്പോൾ അത് 100 ആകുമ്പോഴേ ചില യൂസേഴ്സിന് അത് അൺലോക്ക് ചെയ്താൽ 50 വരെ കളിക്കാൻ പറ്റും, ചില യൂസേഴ്സിന് 100 വരെയും പറ്റും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇത് ആ ലിമിറ്റ് വരെ എത്തുമ്പം അയ്യോ വണ്ടി ഇപ്പം കൊക്കയിൽ വീഴും. കൊക്കയല്ല അത്. ഞാൻ പറഞ്ഞു തന്നെ എന്താ പറയുക, ഇത് ലിമിറ്റിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ഒരിത് വരും. എന്താ പറയുക, അപ്ലോഡ് ഫെയിൽഡ് എന്ന് പറഞ്ഞു. അത് ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ വരത്തുള്ളൂ. ലിമിറ്റിലെത്തിക്കഴിഞ്ഞാൽ മാത്രം. ബാക്കി നിങ്ങൾ നെറ്റില്ലെങ്കിലോ അല്ലെങ്കിൽ അതിനൊക്കെ ആണെങ്കിൽ അപ്ലോഡ് പോസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഫെയിൽഡ് വരുന്നത് ലിമിറ്റ് എത്തിയാലാണ്. കറക്റ്റ് ലിമിറ്റ് എത്തിയാലാണ് അപ്ലോഡ് ഫെയിൽഡ് എന്ന് പറയുന്നത്. അത് അയ്യോ, ഞാൻ മുന്നേയൊക്കെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും എത്ര വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത് വന്നാൽ പിന്നെ 24 hours നമ്മൾ ഒരു ദിവസം ഏത് സമയത്താണോ വീഡിയോ ഇടാൻ തുടങ്ങിയത് അവിടെ അതേ ടൈമിൽ വന്നിട്ട് അത് അപ്ലോഡ് ഫെയിൽഡ് സ്റ്റോപ്പ് ആവത്തുള്ളൂ. പക്ഷെ ഇപ്പം ഇത്രയും ഞാൻ അൺലോക്ക് ചെയ്തോണ്ടേ ഫേസൊക്കെ ഗൂഗിളിന് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു. മക്കളെ ഇറങ്ങിക്കോ മക്കളെ. ഓക്കെ ഗായ്സ്, അവർ ഇറങ്ങി. ശരിക്കും അവന്മാർ കുരുത്തം കിട്ട പിള്ളേരെ. അത് നിങ്ങൾക്ക് അറിയോ, മിണ്ടാതിരിക്കും. രാവിലെ തന്നെ അവരെന്തോ വിളിച്ചായിരുന്നു. പിന്നെ അത് ബാഡ് വേർഡ്സ് അല്ല ബാഡ് മിണ്ടാതിരിയാന്നോ അങ്ങെന്തോ പറഞ്ഞു എൻ്റെ അടുത്ത്. കുട്ടികളൊക്കെ പോണപ്പോൾ. ഓക്കെ,
ഒന്ന് മിണ്ടായിരിക്കാൻ നല്ലത്. ഇനി ബസ് കൊണ്ടിട്ടിട്ടുണ്ട്. അടുത്ത പരിപാടി വെച്ചാൽ ബസ് ഫ്യൂൽ അടിച്ച് നേരെ കൊണ്ടിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാം. അപ്പോൾ ചിലപ്പോൾ ഈ ബസ്സിൻ്റെ വീഡിയോ ഓടിച്ച് കഴി വയ്ക്കും. കാരണം ഒരു സ്കൂൾ എന്ന് പറയുന്നത് രാവിലെ കുട്ടികളെ ബസ്സിൽ കൊണ്ട് സ്റ്റാൻഡിൽ പോയി പിക്ക് ചെയ്ത് സ്കൂളിൽ കൊണ്ടുവരണം. എന്നിട്ട് വരുന്ന വഴിക്ക് ഉച്ചയ്ക്ക് സ്കൂൾ ഇടുന്ന ഉച്ച അല്ലെങ്കിൽ ഒരു ഈവനിങ് 4 o'clock സ്കൂൾ ഇടുന്ന സമയമാകുമ്പം അവരെ പോയി സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം. എന്നിട്ട് തിരിച്ചുകൊണ്ട് സ്റ്റാൻഡിലാക്കണം. അപ്പോൾ അവർ നടന്ന് വീട്ടിൽ പോകും. പക്ഷേ ഈ സ്റ്റാൻഡ് അവിടെയാണെങ്കിൽ പാരൻസ് കൊണ്ട് വിളിക്കും. അതെനിക്ക് മനസ്സിലാവും. അവരുടെ എക്സാക്ട് വീട്ടിൽ നമ്മൾ കൊണ്ട് വിടുന്നില്ല. അവിടെ ഒരു സ്റ്റാൻഡായിട്ട് അവർ വയ്ക്കുന്നത്. അപ്പോൾ അവരുടെ പാരൻസ് അവിടെ ഒന്ന് വിളിക്കുമെന്ന് അറിയത്തില്ല. ചിലപ്പം വീടൊക്കെ അടുത്തായിരിക്കും എല്ലാവരുടെയും. അതായിരിക്കും പലരുടെയും ഫുർഫുറി നഗറിലായിരിക്കും വീട്. അതായിരിക്കും അതെന്തായാലും ആട്ടെ. അയ്യോ ബസ് എന്നാലും പറ്റിയ ആ പ്രിൻസിപ്പൾ എന്നെ കൊല്ലും ഗൈസ്. പക്ഷെ നമ്മുടെ പ്ലെയർ ഇതെന്തോന്ന് കാണിക്കുന്നത്? ഈ സ്റ്റിയറിംഗ് നീക്കുന്ന പോലെ അഭിനയിക്കുകയാണോ? ശരിക്കും ഇന്ത്യൻ ബൈക്കൊക്കെ 2020 റിലീസായ ഗെയിമാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്. 2020 റിലീസായ ഗെയിം ശരിക്കും 22 ആ വർഷമൊക്കെ ഏറ്റവും പഴയത്. ഇപ്പം 20ഒക്കെ ഇവർ എങ്ങനെ മാനേജ് ചെയ്താൽ എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേര് തന്നെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് തരും. ബൈക്സ് കാറിൻ്റെ ഒരു ഇതൊന്നും വരുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ഡിക്റ്റോ കോപ്പി ഒരു ഗെയിമുണ്ട്. പല ഗെയിമുണ്ട് ഇന്ത്യൻ ബൈക്കിൻ്റെ ഡിക്റ്റോ കോപ്പി. പക്ഷെ അതല്ല, വേറൊരു ഗെയിമുണ്ട് ഇന്ത്യൻ കാർ ബൈക്ക്. അത് GTA 4 ആണ്. ഇത് മൊബൈൽ GTA 5. ഇന്ത്യൻ മൊബൈൽ അതുപോലത്തെ ആ ടൈപ്പ് GTA 5 മൊബൈലിൽ കിട്ടുന്ന GTA 5 എന്ന് വേണമെങ്കിൽ പറയാം. ഇതും പറയാം, ഇന്ത്യൻ തെഫ്റ്റ് ഓറയും പറയാം. ആ ഒരു കാര്യം ഞാൻ പറയാൻ വന്നു. ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ ഗെയിമില്ലേ, അതിൻ്റെ പേരിപ്പം മാറി ഇന്ത്യൻ തെഫ്റ്റ് ഓറാനായി. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. വഴി തെറ്റിയോ? ഞാൻ പമ്പിൻ്റെ അടുത്തേക്ക് പോകാനാണ് നോക്കുന്നത്. ഇയാളെന്ന് ഞാൻ ഇങ്ങനെ പമ്പിൻ്റെ അടുത്തേക്കാണ്. പക്ഷെ അവിടെ കുറേ മരങ്ങളാണല്ലോ കാണുന്നത്. പമ്പിൻ്റെ അടുത്തേക്കൊന്നും പോകുമ്പോൾ ബസ് തിരിക്കുക എന്തൊരു പാടുള്ളത്. അവിടെ മാസം മരങ്ങൾ കാണും മരങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഞാൻ തെറ്റിദ്ധരിച്ച് ഇതിൻ്റെ ചുറ്റും കൊണ്ട് മരങ്ങൾ വെച്ചാൽ മനുഷ്യൻ ജുറാസിക് പാർക്കാന്ന് വിചാരിക്കത്തില്ല. നമ്മുടെ സിറ്റി ജുറാസിക് പാർക്കൊക്കെ ഉണ്ട് ഗൈസ്. ജുറാസിക് പാർക്ക് ഇവിടെ കൊണ്ട് ഡീസൽ അടിച്ച് ഫുൾ ടാങ്ക് അടിക്കല്ലേ. പൈസ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. അതിനോട് അഡ്വാൻസ് കിട്ടും. അത് ബോണസ് അല്ലേ. കുറേ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ. ഓക്കെ, ബസ്സിൻ്റെ ഇതെവിടെയാ? അതൊക്കെ ഞാൻ ആദ്യമായിട്ട് നോക്കുന്നത്. ബസ്സിൻ്റെ ഇത് കാണാനില്ലല്ലോ. ഫ്യൂൽ അടിക്കുന്ന പാർട്ട് അതെനിക്ക് തോന്നുന്നു ഈ സൈഡിലായിട്ടായിരുന്നു തന്നെ. ഇവിടെ ഒരു കുട്ടി സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും വരേണ്ടത് കറക്റ്റ്. ഓക്കെ, ഞാൻ ഫ്യൂൽ അടിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഫ്യൂൽ അടിച്ചു. നൈസായിട്ടൊരു പണി കളി. ഞാൻ വരുന്ന വഴിയില്ലേ, ആ ബാക്കിൽ നിന്നൊരു പോസ്റ്റ് അടിച്ചിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് അടിച്ചിട്ട് അതൊന്ന് വണ്ടീൻ്റെ മേളിൽ വന്ന് വീണു. പക്ഷെ ഭാഗ്യത്തിൽ സ്ക്രാച്ചൊന്നും ആയിട്ടില്ല. മറ്റേ ബസ്സുകാരൊക്കെ വന്നുകൊണ്ടോ? ഞാൻ ഇന്ന് കണ്ടതേ ഇല്ല അവരെ. ശരിക്കും ബസ് ഡ്രൈവേഴ്സിനെ കണ്ടില്ല. പക്ഷെ രാവിലെ ബസ് കണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് വന്നു ആ ബസ്സിനൊന്നും പിന്നെ കണ്ടില്ല. അവരുടെ സ്റ്റുഡൻസിനെയൊക്കെ പിക്ക് ചെയ്യാനോ എന്നൊക്കെ പോയി കാണും ചിലപ്പോൾ. അതേക്കും നമ്മുടെ ബസ് കാലി. ഇതാ ഞാൻ പറഞ്ഞ സംഭവം. ഇന്നലെ അല്ല, ലാസ്റ്റ് പാർട്ട് 1 വീഡിയോ. ഓക്കെ, ഒന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല ഗൈസ്. നത്തിങ് ടു സേ. കുഴപ്പമില്ല, സംസാരിച്ചു പോവാം. ഓരോന്ന് പറഞ്ഞ് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ആലോചിക്കുന്ന ഒരു ഇതാണ്. അടുത്തെന്ത് സംസാരിക്കുന്നത്? സംസാരിക്കാൻ കിട്ടുന്നില്ല. അതാ വേറെ ഒരു ഇത്. ഓക്കെ, എന്നാലും അയ്യോ ഇടിക്കല്ലേ. ആ വണ്ടി പോയിടിച്ച്. ഇതിലെങ്കിലും ഇടിക്കല്ലേ. അതിലിടിച്ചില്ല, സ്കോർപ്പിയോയിൽ ഇടിച്ചില്ല. പക്ഷെ അവിടെ പോയി നൈസായിട്ട് ടട്ട് ചെയ്യാൻ വല്ലതും പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഭാഗ്യത്തൊന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഈ വണ്ടി ഉണ്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, അയ്യോ. ഓക്കെ, അവിടെ തന്നെ എൻ്റെ ബൈക്ക് കിടപ്പുണ്ടല്ലേ. ബൈക്ക് കിടപ്പുണ്ട്. പക്ഷേ ഈ ബൈക്ക് എടുത്ത് ഈ സ്കൂളിൽ വരുന്ന റിസ്ക്കാണ്. ഈ ഗോൾഡൻ ബൈക്ക് ആയോന്തേ
ഈ പോലീസടുത്ത് ഗോൾഡനൊക്കെ എടുത്തോണ്ട് വന്ന് പക്ഷെ നല്ല സ്പീഡുണ്ട് ഇന്ന് മൈലേജ് പറയാലോ. പക്ഷെ ഈ വണ്ടിയും സൂപ്പർ. എൻ്റെ ഗോൾഡ് ഇത് ഞാൻ ഒന്ന് വിളിച്ച് പറയട്ടെ. ആ ഹലോ പ്രിൻസിപ്പൽ സാറേ. എന്താടോ? ഞാൻ ജോലി കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്താ. എത്ര പെട്രോൾ അടിച്ച? ഫുൾ ടാങ്ക് തന്നെ അടിച്ചു. ഫുൾ ടാങ്ക് അടിച്ചോ? എന്നാൽ ഞാൻ കാശ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ടാങ്കിൻ്റെയും കൂടെ പെട്രോൾ അടിച്ച ഫുൾ ടാങ്കിൻ്റെ കാശും കൂടെ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാറേ, താങ്ക് യു. അപ്പം ഞാൻ എന്നാൽ പോട്ടെ. പോയിക്കോ. ഓക്കെ സാറേ, അപ്പം ശരി ഗായ്സ്. അപ്പം നമുക്ക് നേരെ ഹോം. ഈ പോകുന്ന വഴിയിൽ നമുക്കൊന്നും കൂടെ ടോക്ക് സ്പീഡ് നോക്കാം. മറ്റേത് ഇനി ഉണ്ടായെന്നും തോന്നുന്നു കേട്ടാ. 207 മേളിൽ പോകുന്നു. എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പം എന്ത് 190 മോളിൽ പോകുന്നുണ്ട്. അയ്യോ, എൻ്റെ ടോക്ക് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യണം. എടാ ശരി പോയി 210 വരെ പോകും. അടിപൊളി. 210 വരെ പോകുന്നുണ്ട്. വേറൊരു സീനും കൊണ്ട് ഈ വണ്ടിയിലും പെട്രോളില്ല. ഈ വണ്ടിയിലേ പെട്രോൾ തന്നെ ഡീസല്. ബൈക്കെല്ലാം പെട്രോളല്ലേ. ഇതിലും പെട്രോളില്ല. എൻ്റെ ഫ്രണ്ട് കാണിച്ചുകൊണ്ട് വന്നപ്പോൾ പെട്രോൾ അടിക്കാതെ കൊണ്ടുവന്നു കള്ളൻ. ഓക്കെ, ഇതിലും കൂടെ പെട്രോൾ അടിക്കാം ഗൈസ്. ബൈക്കിലെല്ലാം പെട്രോളല്ലേ, ഒന്നും ഡീസൽ വന്നിട്ടില്ല ഇതായിരിക്കും. ബൈക്കെല്ലാം പെട്രോളാ. ഡീസൽ എൻജിൻ ബൈക്കിൽ നിന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ പെട്രോൾ ഒരെണ്ണം അടിക്കാം. പകുതി കാശാനും പോയി ഗായ്സ്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഇനി ഈ വഴി നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം. ഇവിടെ വേറൊരു വഴിയുണ്ട്, ഷോർട്ട് കട്ട്. ഓക്കെ യോ going to our home guys, our home. ഓക്കെ, ഈ ബസ്സിൻ്റെ തന്നെ വേറൊരു പാർട്ട് കാണാൻ ചാൻസ് ഇല്ല. അയ്യോ എൻ്റെ വണ്ടി. എൻ്റെ മോനെ വന്ന് വീണല്ലോ. വണ്ടിയിൽ വന്ന് സ്ക്രാച്ച് ആയതുകൊണ്ട് എൻ്റെ ഹെൽത്തും കുറഞ്ഞ്. കുഴപ്പമില്ല, ചീറ്റ് കോഡ് ആക്ടിവേറ്റ് ചെയ്യാം. 9129. ഓക്കെ, എൻ്റെ വണ്ടി അവിടം വരെ പോയി. ഈ വാഹനം സ്ട്രേറ്റ് തന്നെ റിസ്ക്കാണ്. ഞാൻ മറ്റേ പൊക്കി പിടിച്ച് വന്നെങ്കിൽ ഇവിടെ എനിക്ക് പൊക്കാൻ പറ്റിയില്ല. അത് പൊങ്ങിയില്ല, എന്തോ പറ്റി. അങ്ങനെ വന്ന് വീണ. ഞാൻ പൊക്കാൻ നോക്കി, പക്ഷേ അയ്യോ വണ്ടി പോയാ. ഇത് എൻ്റെ ഗോൾഡൻ വണ്ടി. ഇത് റിപ്പയർ ആക്കാത്ത കാശ് വേണം. പോയാ വണ്ടി. ഭാഗ്യം ചാട്ടാവുന്നുണ്ട്. പറ്റിയില്ല, നല്ല സ്പീഡുണ്ട്. പറ്റിയില്ല ഗൈസ്, സീരിയസ്ലി. സ്കാർസ് ഒന്നുമില്ല, കുഴപ്പമില്ല. ഭാഗ്യത്തിന് ദൈവം സഹായിച്ചൊന്നുമില്ല. കാറാണ് ഇപ്പോൾ എല്ലാം പറ്റിയത്. പക്ഷെ റിയൽ ലൈഫ് ഇത് ഗെയിമായോണ്ടാ. റിയൽ ലൈഫിലൊന്ന് ബൈക്കിടിച്ച് നോക്ക്, എന്തൊക്കെ പറ്റുമെന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ എൻ്റെ മോനെ. ഓക്കെ, ഇത് ഞാൻ ഗോൾഡ് ആക്കണോ അതോ ഇങ്ങനെ തന്നെ വച്ചാൽ മതി? എൻ്റെ വണ്ടി ഞാൻ മുന്നേ ഗോൾഡാക്കി. എൻ്റെ പറഞ്ഞ് ഞാൻ എന്തോ സർവീസിന് കൊടുത്തായിരുന്നു. അതിൻ്റെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം ഞാൻ പുതിയ വീഡിയോസ് കാണുന്നവരെ ഗുഡ് ബൈ ഗായ്സ്, ഗുഡ് ബൈ. അപ്പോൾ ഈ ബസ്സിൻ്റെ വഴി മിക്കവാറും കഴിയും. പിന്നെ പാനിപ്പൂരിയാണ് ഞാൻ പറഞ്ഞല്ലേ, ഫ്രാങ്ക്ലിനെ അവർ കിഡ്നാപ്പ് ചെയ്യുന്നതൊക്കെ ഒരു 4th പാർട്ടാണ്. ഫ്രാങ്ക്ലിനെ അവർ കിഡ്നാപ്പ് ചെയ്യുന്ന 4th പാർട്ടും പിന്നെ 2nd പാർട്ട് എന്ന് പറയുന്നത് ലോസ് ആൻഡോസിലെ ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് വരുന്നത്. 1st പാർട്ട് ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3rd പാർട്ട് തന്നെ ഫ്രാങ്ക്ലിൻ ലോസ് ആൻഡോസിൽ വന്നു തന്നെ. അതെന്നെ വീഡിയോ ഓഫായി പോയതായിരുന്നു. ഫോൺ ഓഫ് ചെയ്തപ്പോൾ വീഡിയോ ഓഫായി പോയി. അപ്പം അതിൻ്റെ തന്നെ ലാസ്റ്റ് ഫ്രാങ്ക്ലിനും ഇന്ത്യൻ ഫ്രാങ്ക്ലിനും കൂടെ ആ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്ന വീഡിയോ ആണ്. അപ്പം അത്രയാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. അപ്പം ഇനി പുതിയ വീഡിയോസ് കാണാനേ ഗുഡ് ബൈ ഗൈസ്, ഗുഡ് ബൈ.